Hi, I'm Sneha. Welcome to Angle B Learn. ഞാൻ ആംഗിൾ ബി ലേണിൽ അക്കാദമിക് റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കൂടെയുള്ളത് ആംഗിൾ ബി ലേണിൻ്റെ CEO ആഷിഖ് മുഹമ്മദ് സർ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സൂപ്പർ ലേൺ നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായി ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുന്നുണ്ടായി. അവർക്കതറിയാൻ വേണ്ടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ലോഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് മെസ്സേജ് എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ് എന്നുള്ളത്. ആക്ച്വലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ നമ്മളൊരു ഒരു റിസർച്ച് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് കുട്ടികൾക്ക് അക്കാഡമിക്കലി കുട്ടികൾ ബാക്ക്വേർഡ് ആവാനുള്ള റീസൺസ് എന്താണ്, എക്സാമിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പല കാറ്റഗറി ഓഫ് റീസൺസ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് എന്താണ്, അത് നമ്മളൊരു റിസർച്ചായിട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ എല്ലാ സൊല്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അന്ന് നമുക്ക് മനസ്സിലായി. എനിക്കൊന്ന് ആ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് സ്നേഹ തന്നെയായിരുന്നു ആ പ്രൊജക്റ്റ് ഹെഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സ്നേഹ, ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ? അത് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ എടുത്തു, ഒരു ലാസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എടുത്തിട്ട് അവർ ഏതൊക്കെ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സിനെയും അവരുടെ പാരൻസിൻ്റെ അടുത്തും അതുപോലെ കുട്ടികളുടെ അടുത്ത് തന്നെ നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അവരുടെ പ്രീവിയസ് ഇയേഴ്സ് മാർക്ക് ആയിക്കോട്ടെ, ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്, അവരുടെ ഒരു ഒരു ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, അവർ ഏതൊക്കെ സമയങ്ങളിൽ പഠിക്കുന്നുണ്ട്, ഏത് സബ്ജക്റ്റാണ് അവർക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത്, ഒരു സബ്ജക്റ്റ് ആണോ ടഫ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലൊരു സ്പെസിഫിക് ടോപ്പിക്കാണോ അവർക്ക് ടഫ്, എവിടെയാണ് അവർക്ക് അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരുന്നത്, എവിടെയാണ് അവർ പഠനത്തിൽ സ്റ്റെക്കായി പോണത്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മളത് അനലൈസ് ചെയ്ത് അവരെ കാറ്റഗറൈസ് ചെയ്യണ്ടായി. കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ സ്പെസിഫിക് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ സ്പെസിഫിക് പ്രോബ്ലംസിനും ഓരോ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും നമ്മൾ കൃത്യമായിട്ട് സൊല്യൂഷൻസ് സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് എന്താ പറയുക വിഷ്വൽ ലേണേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് ഒരു 50% എബോ ആവറേജും ഒരു 30% എബോ ആവറേജും ഒരു 20%ഓളം ബിലോ ആവറേജ് ആയിരുന്നു. ഈ ഒരു ബിലോ ആവറേജിലുള്ള സ്റ്റുഡൻസിനെ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റീസൺസ് കാരണം ബിലോ ആവറേജ് ആയ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ട്, മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട്, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോ, ഒരു ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഒക്കെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ പല റീസൺസ് കാരണം ഇവർ ബിലോ ആവറേജ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർക്ക് ലേണിംഗ് സ്റ്റൈൽ യൂണീക്ക് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് ലേണിംഗ് സ്റ്റൈൽ കാരണം ആ ഒരു ലേണിംഗ് സ്റ്റൈലും ടീച്ചറുടെ ഒരു ടീച്ചിങ് സ്റ്റൈലും അലൈൻ ചെയ്യാത്തത് കാരണം അവർ ബിലോ ആവറേജ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സാർ ചോദിച്ചില്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിഷ്വൽ ലേണർ, അതായത് കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് നേരം ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒരു ലിമിറ്റ് വരെ അത് ഹെൽപ്പ് ചെയ്യുമായിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് അത് സഹായിക്കില്ല. അപ്പോൾ ഓരോ സ്പെസിഫിക് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റിനും ആ സ്പെസിഫിക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലേ അവർക്കത് ആ ഒരു അക്കാദമിക്കലി അവരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്കൂൾസിലാണെങ്കിൽ പോസിബിൾ അല്ല. കാരണം സ്കൂൾസിൽ ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 ഈ 50 കാറ്റഗറി ആയിരിക്കും. പക്ഷേ ഒരു ടീച്ചർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. ടീച്ചറെ സംബന്ധിച്ച് ലിമിറ്റേഷൻ ഉണ്ട്, സ്റ്റുഡൻസിനും. അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് കിട്ടുന്നില്ല ക്ലാസ്സിൽ. നമുക്കൊരു ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവുന്ന സമയത്ത് ആ കുട്ടി മാത്രമേ ആ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ലെവൽ എന്താണ്, ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, എല്ലാം കൃത്യമായിട്ട് അറിയുന്നത് ആ ഒരൊറ്റ ടീച്ചർക്ക് ആ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ കുട്ടി എവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, എവിടെയാണ് ആ കുട്ടി ലാക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും വേണ്ട സൊല്യൂഷൻസ് കൃത്യമായിട്ട് നമ്മളിപ്പോൾ കുറേ എക്സ്പീരിയൻസിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ കുറേ റിസർച്ച് പേപ്പേഴ്സ് നമ്മൾ വായിച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങനെ ഒരുപാട് സോഴ്സ് നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ഈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൊല്യൂഷൻസ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയത്, ഈ സൊല്യൂഷൻസ് നമുക്ക് ഒരു AI-ൻ്റെ ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതായത് ഒരു 1-to-1 ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ പറഞ്ഞ കുറേ പ്രോബ്ലംസ് നമുക്ക് അവിടെ സോൾവ് ചെയ്യാം. പക്ഷേ ഒരു AI-ൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി എഫേർട്ട്ലെസ്സോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതാണ് അതിനുശേഷമാണ് നമ്മൾ ആ ഒരു AI പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്നതും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഇപ്പോൾ ലോഞ്ചിൽ വരെ എത്തി നിൽക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ.
അതെ, കാരണം അതിനകത്ത് ഇപ്പം നമുക്ക് ആപ്പിലാവുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അതിനകത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ കേട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഓഡിയോ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാമിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് പഠിക്കുകയാണ്, ആ ഒരു ലേണിംഗ് പ്രോസസ്സിന് അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. ഒരു പഠിക്കുകയാണ് എന്നുള്ള ആ ഒരു ഇതിനപ്പുറത്തേക്ക് ആ ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ പ്ലാറ്റ്ഫോമിലെ എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തതും. ഈ ഒരു പ്രോബ്ലംസ് ഓരോ കുട്ടിൻ്റെയും പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് അതെങ്ങനെ ആ ഒരു പ്രോബ്ലംസ് എല്ലാം എങ്ങനെ മറികടക്കാം. അതിന്റെ തുടക്കം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടീനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ആ അസസ്മെന്റ് ടെസ്റ്റിനനുസരിച്ച് ആ കുട്ടിക്ക് എന്താണ് വേണ്ടത് എന്നനുസരിച്ച് നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മളെ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും ഒരു ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് ഞാൻ പറയുന്നത് അതാണ്. കാരണം ഇപ്പോൾ 50 പേരോളം 40 പേരോളം ഒരു ക്ലാസ്സിൽ മിനിമം ഉണ്ടാവും അല്ലേ, 40-50 പേര് ക്ലാസ്സിലുണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഒരു കോമൺ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോമൺ ഗൈഡ് അല്ലെങ്കിൽ ഒരു കോമൺ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ 40 പേർക്കും ക്ലാസ് എടുക്കുന്നത്. ഈ 40 പേരും ഇപ്പോൾ നേരത്തെ നമ്മളെ റിസർച്ച് നമുക്ക് മനസ്സിലായത് പല കാറ്റഗറിയിലായിരിക്കും, ചിലപ്പോൾ 40 പേര് 40 കാറ്റഗറിയിലായിരിക്കും. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ആ ഒരു കോമൺ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ ആ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രശ്നം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 10th പഠിക്കുന്ന ഒരു കുട്ടി ട്രിഗണോമെട്രി എന്നുള്ളൊരു ചാപ്റ്റർ ആ ഒരു കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നത് ആ ഒരു കോമൺ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ആ കുട്ടി ഒരു ബിലോ ആവറേജ് ആണ് എന്നുണ്ടെങ്കിൽ ആ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 8ലും 9ലും 7ലും ഒക്കെ പഠിച്ച് കുറേ കാര്യങ്ങൾ വേണ്ടി വരും. അതൊന്നും ആ ഒരു കോമൺ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല അതിലൊരുപാട് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്നും ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ. സോ ആ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ആ ഒരു കുട്ടീൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പഠിപ്പിക്കുന്നതും ബുദ്ധിമുട്ടാണ് ടീച്ചർക്ക്. അത് വെച്ചിട്ട് ആ കുട്ടിക്ക് പഠിക്കുക എന്നുള്ളതും ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അതാണ് പല കുട്ടികളും ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഫൗണ്ടേഷൻ മിസ്സായതായിരിക്കും. പക്ഷേ പിന്നെ ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 10th എത്തുന്നവരെ കുട്ടിക്ക് പക്ഷേ ബോർഡ് മാസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ബേസിക് കാര്യങ്ങൾ അറിയാത്ത കേസുകൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ കണ്ടിരുന്നു. സോ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബിൽഡ് ചെയ്തൊരു ഫസ്റ്റ് ബെനിഫിറ്റ് കുട്ടികൾക്കുള്ള അവർ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഒരു 7 അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അതിൽ ഒരു 15 മിനിറ്റോളം എടുക്കും. അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവരുടെ ആ സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, പ്രീവിയസ് മാർക്ക് എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അതിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ജനറേറ്റ് ചെയ്യും. ആ സ്റ്റഡി മെറ്റീരിയൽ ബാക്കി ടെക്സ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറൻ്റ് ആവാമെന്ന് ചോദിച്ചാൽ അത് പേഴ്സണലൈസ്ഡ് ആണ്. ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിൽ നിന്ന് എടുത്ത ഡാറ്റ വെച്ചിട്ട് ആ കുട്ടീൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളത് ഈ പ്ലാറ്റ്ഫോം മനസ്സിലാക്കും. അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റഡി മെറ്റീരിയലാണ് ജനറേറ്റ് ആവുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മാത്സിൽ വീക്കായിട്ടുള്ളൊരു കുട്ടി, മാത്സിൽ ട്രയാങ്കിൾസ്, ജോമെട്രി പോർഷൻസ് ഭയങ്കര വീക്കാണ്, ആൾജിബ്ര അത്യാവശ്യം പറയാം, അങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജനറേറ്റ് ആവുന്ന സ്റ്റഡി മെറ്റീരിയൽ ജോമെട്രീൻ്റെ കാര്യങ്ങൾ ബേസിക് മുതൽ തന്നെ അവിടെ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഓൾജിബ്ര കുട്ടിക്ക് ഓൾറെഡി അറിയെങ്കിൽ അതിൽ പക്ഷേ എല്ലാ കാര്യങ്ങളും ബേസിക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അഡ്വാൻസ്ഡ് കാര്യങ്ങളും സിലബസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. ഇനി അതല്ല ഓൾറെഡി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യത്തിലുപരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. അങ്ങനെ ഈ ഇതിൽ സൈനപ്പ് ചെയ്യുന്ന കുട്ടിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ട് അത് അപ്പോൾ അവർക്ക് പഠിക്കാൻ ഈസിയാണ്, സ്വയം അവർക്ക് പഠിക്കാൻ ഈസിയാണ്, ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ ഈസിയാണ്. അതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇത് അതുകൊണ്ട് തന്നെ അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അവർ എക്സാമിനും സ്റ്റഡീസിലൊക്കെ അവർക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞില്ല, കോമൺ ടെക്സ്റ്റ് ബുക്കിൽ പലതും അവരിപ്പം പഠിക്കാനിരിക്കുന്ന സമയം അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ, ഫൗണ്ടേഷൻ പോലുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ടാവില്ല. അപ്പോൾ അവരുടെ പഠനം അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റെക്കാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിഗണോമെട്രി കുട്ടി പഠിക്കാനിരിക്കുകയാണെങ്കിൽ അതിലാദ്യം തന്നെ പൈതഗോറസ് തിയറം അറിയണം. പൈതഗോറസ് തിയറം പക്ഷേ 10th ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. അത് 8ലും 9ത്തിലാണ് പൈതഗോറസ് തിയറം പഠിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കുട്ടിക്ക് മടുത്തു, ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം പൈതഗോറസ് തിയറം അറിയാതെ പിന്നെ ട്രിഗണോമെട്രി മുന്നോട്ട് പോവില്ല. അവിടെ തന്നെ കുട്ടി മടുക്കും. ഇതെല്ലാ ക്ലാസ്സിലും ആവർത്തിക്കും. ആ കുട്ടിക്ക് ഒരിക്കലും ആ ഒരു ഫൗണ്ടേഷൻ അല്ല, ആ ഒരു പേഴ്സണലൈസ് സ്റ്റഡി മെറ്റീരിയൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ, ഈ AI അസസ്മെൻറ്റ് ആൻഡ് പേഴ്സണലൈസ്ഡ് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഫീച്ചർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി റുട്ടീൻ നമുക്ക് പ്ലാറ്റ്ഫോം ജനറേറ്റ് ചെയ്തിരുന്നുണ്ട്. അതായത് ഒരു ദിവസം ഏതൊക്കെ ടോപ്പിക് എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു
ഇത് നമുക്ക് ജനറേറ്റ് ചെയ്ത് അത് എനിക്കൊന്ന് വളരെ നമ്മൾ കുറേ സമയം എടുത്ത് ചെയ്തൊരു ഫീച്ചറായിരുന്നു അത്. കാരണം പല കുട്ടികൾക്കും ആ ഒരു പഠനത്തിൽ താഴേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. എത്ര ദിവസം എത്ര സമയം പഠിക്കണം ഓരോ ദിവസം. കാരണം ഗൂഗിളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കണം, 4 മണിക്കൂർ, പക്ഷെ അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ആ ഒരു കുട്ടീൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കി ആ ഒരു കുട്ടി ഒരു ദിവസം ആ സബ്ജക്റ്റ് എത്ര സമയം പഠിക്കണം, എത്ര അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം, അതിൻ്റെ എക്സാം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം, ഫുൾ പോർഷൻസ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ കറക്റ്റ് ഒരു പ്ലാനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ആ ഒരു പ്ലാനിങ് കിട്ടിക്കഴിഞ്ഞാൽ പല കുട്ടികളും ലാക്ക് ചെയ്യുന്നു. അതാണ് ആ ഒരു പ്ലാനിങ് ആണ്, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. അത് സ്കൂളിലാണെങ്കിൽ ടീച്ചർക്ക് ഓരോ കുട്ടിക്കും പോയിട്ട് ഒരു പേഴ്സണലൈസ്ഡ് പ്ലാനിങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണല്ലോ. സോ ആ ഒരു പ്ലാനിങ് ആണ് ആ ഒരു ഫീച്ചറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്ലാനിങ് കുറച്ചും കൂടി ഈസി ആക്കി കൊടുക്കുക അവർക്ക്. അതുപോലെ ഏത് സമയത്ത് വേണേലും നമുക്ക് ഒരു എഐന്റെ അസിസ്റ്റൻസോട് കൂടി നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളൊരു കാര്യം കൂടി ആ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതെ, അത് ഇതേപോലെ നമ്മളെ പ്രൊജക്റ്റ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ അവസാനത്തെ ഒരു 10 വർഷമായിട്ട് ഒരു മാത്സ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് മാത്സ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. മാത്സ് മാത്രമല്ല, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി, മാത്സ് ആൻഡ് സയൻസ് ജനറലി. ഇതിൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവർ വീട്ടിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തോ അവർക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ ഒരു ഡൗട്ട് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ വീട്ടിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരു അത്രയും നോളജുള്ള ഒരാൾ ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ ബിസി ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഡൗട്ട് കുട്ടിക്ക് ആ സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എന്താ പറയുകയാണെങ്കിൽ ട്രിഗണോമെട്രിയിലെ ഇനീഷ്യൽ ആ കൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പോർഷൻ പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് അവിടെ ഡൗട്ട്ഫുൾ ആയിട്ട് വന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടിക്ക് അവിടെ പിന്നെ പഠിത്തം മടുക്കും, അവിടെ അവരെ സ്റ്റെക്കായി പിന്നെ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാനുള്ളൊരു മോട്ടിവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫീച്ചർ നമ്മൾ അതിൽ കൊണ്ടുവന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഏത് സമയത്തും രാത്രി പകലൊന്നുമില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഡൗട്ട് ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ തന്നെ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കിട്ടും. ആ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആവാം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആവാം. ഇപ്പോൾ മാത്സിലൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ആ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്താൽ മതി. അവിടെ കറക്റ്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അവിടെ വരും. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. സോ അങ്ങനെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് മാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും കുട്ടിക്ക് ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ 24 മണിക്കൂർ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ. അതെ. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ എന്താ പറയുക, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്തും കൃത്യമായിട്ട് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അവരെ പ്രോഗ്രസ് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവർ എവിടെയായിരുന്നു, ഇനീഷ്യൽ ലെവലിൽ എവിടെയായിരുന്നു, ഇപ്പം അവർ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിംഗ്. അതെ, അത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് കുട്ടികൾ പലരും ഒരു ബുദ്ധിമുട്ട് തരുന്ന ഒരു ഏരിയ ആയിരുന്നു എക്സാംസ് എന്നുള്ള കാര്യം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാരൻസ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരും അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. എസ്പെഷ്യലി മാത്സ് ആൻഡ് സയൻസ് പോലുള്ള സബ്ജക്ട്സുകൾ നമ്മൾ കുറേ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യണം അല്ലേ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിലൊരു ബുദ്ധിമുട്ട് വരുന്നത്, ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമാകെ 3-4 എക്സാംസ് ആയിരിക്കും, ടേം എക്സാംസ് ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ചാപ്റ്റർ വൈസ് എക്സാം പറഞ്ഞാൽ ഒരു ചാപ്റ്ററിന് ഒരു എക്സാം ഒക്കെ ആയിരിക്കും സ്കൂളിൽ നടക്കുന്നുണ്ടാവും. അതുപോലും നടത്താത്ത സ്കൂൾസും ഉണ്ടാവും. പക്ഷേ ഇവിടെ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും അവർ എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു 20-30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ടും അവർക്ക് അവിടെ കാണാം. അപ്പോൾ ഏതൊക്കെ ആൻസറാണ് എൻ്റെ മിസ്റ്റേക്ക് വന്നത്, ആ മിസ്റ്റേക്കായിട്ട് വന്നതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ കാണാം. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും കുട്ടീൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് സ്റ്റുഡൻറ്റിനും പാരൻറ്റിനും ഒക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ ബുദ്ധിമുട്ട് തീരെ സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഒരു റീടെസ്റ്റ് നടത്താം. റീടെസ്റ്റ് കുട്ടിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഇമ്പ്രൂവ് ആവുന്നവരെ അവിടെ എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇതിലൊരു എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ ഓരോ ടീച്ചർ വന്നിട്ട് എൻ്റെ മിസ്റ്റേക്ക് ഇതായിരുന്നു, ഇതൊക്കെയാണ് നീ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എല്ലാ 50 പേരോ 40 പേരൊക്കെ ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരെയും ഇൻഡിവിജ്വലി ഇത് പോയി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും ഈ എക്സാമിലൊക്കെ ബാക്കോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആ എക്സാം എഴുതി ഉടനെ തന്നെ കിട്ടുകയാണ്. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത്, എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഫീച്ചറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലുള്ള വേറൊരു ഫീച്ചറാണ് ഈ വൈറ്റ് ബോർഡ്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബോർഡ്. ഇപ്പോൾ പാസീവ് പാർട്ടിസിപ്പൻസിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരുപാട് ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നമുക്ക് ഒരേ വൈറ്റ് ബോർഡിൽ ടീച്ചറും കുട്ടിയും ഒരേ സമയം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരുപാട് അവരെ സെൽഫ് പ്രാക്ടീസിനോ അവർ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്ക് ബോർഡിൽ എഴുതി ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഇതുവരെ നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ AI ഫീച്ചേഴ്സ് ആയിരുന്നു.
ഈ വൈറ്റ് ബോർഡ് എന്നുള്ളൊരു AI ഫീച്ചർ അല്ല, പക്ഷേ ഈ വൈറ്റ് ബോർഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അത് ബിൽഡ് ചെയ്യാനുള്ളൊരു കാരണം ഒരുപാട് വൈറ്റ് ബോർഡ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വൈറ്റ് ബോർഡ്, ഗൂഗിളിൻ്റെ ജാം ബോർഡ്, അങ്ങനെ ഒരുപാട് വൈറ്റ് ബോർഡ് ഉണ്ട്. പക്ഷേ ഈ ഒരു വൈറ്റ് ബോർഡിൻ്റെ ഒക്കെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആക്ച്വലി ലേണിങ്ങിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള വൈറ്റ് ബോർഡ്സ് അല്ല. ഇതെല്ലാം മീറ്റിംഗ്സിന് വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് മീറ്റിംഗ്സിന് വേണ്ടിയിട്ടും അതാണ് അതിൻ്റെ യൂസ് കേസ്. അതുകൊണ്ട് തന്നെ അത് ഇൻട്രാക്റ്റീവ് അല്ല. നമ്മൾ ലേണിങ്ങിലുള്ള പല ആപ്ലിക്കേഷനും അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പോരായ്മ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിലേക്ക് നമ്മൾ ഈ ഒരു ഫീച്ചർ നമ്മൾ ബിൽഡ് ചെയ്യാൻ കാരണം. ഇതിൽ സ്റ്റുഡൻറ്റിനും ടീച്ചർക്കും അറ്റ് എ ടൈം എന്ത് ചെയ്യാം, ആ ബോർഡ് യൂസ് ചെയ്യാം. ടീച്ചർക്ക് അവിടെ ഒരു ബോർഡിലൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം, സ്റ്റുഡൻറ്റിന് അതിൻ്റെ ആൻസർ കാര്യങ്ങൾ താഴെ എഴുതാം. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടീനെ അടുത്തിരുത്തി ഒരു നോട്ട്ബുക്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ടീച്ചർ എഴുതി കാണിച്ചു കൊടുക്കുന്നു, അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നു, താഴെ സ്റ്റുഡൻറ്റിനോട് അത് ആൻസർ ചെയ്താൽ പറയുന്നു. അവിടെ തന്നെ രണ്ടുപേരും ആ ഒരു ഇൻട്രാക്ഷൻ വരികയാണ്. മാത്രമല്ല ആ ബോർഡ് പിന്നെ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ബോർഡിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, ടീച്ചേഴ്സ് നോട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കാര്യങ്ങളൊക്കെ അതിൽ ടീച്ചർ എഴുതുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ സേവ്ഡ് ആയിരിക്കും. കുട്ടിക്ക് വീണ്ടും ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാം, എക്സാമിൻ്റെ സമയത്തും റിവിഷൻ സമയത്തൊക്കെ ആ നോട്ട് നോക്കിയിട്ട് അതൊരു വെർച്വൽ നോട്ട്ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ആംഗിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർലാബ് എന്നുള്ള പ്ലാറ്റ്ഫോം ആംഗിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമാണെന്നല്ല, അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇപ്പോൾ ഈ വൈറ്റ് ബോർഡ് ഇപ്പോൾ ഇവിടെ ആംഗിളിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും ഈ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം. അവർക്ക് അവരുടെ സെൽഫായിട്ട് പഠിക്കാനും, കാരണം സ്റ്റഡി മെറ്റീരിയൽ ഓൾറെഡി ആ വൈറ്റ് ബോർഡിൽ ഉണ്ടാവും. അവിടെ അവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആ വൈറ്റ് ബോർഡ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അവരൊരു പേഴ്സണൽ നോട്ടായിട്ടും അവർക്കത് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു വേറെ ബെനിഫിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു കുട്ടി അല്ലെങ്കിൽ ടീച്ചർ അവിടെ എഴുതിയ കാര്യങ്ങൾ അവിടെ തന്നെ സേവ്ഡ് ആയിരിക്കും. ഫ്യൂച്ചറിലും കുട്ടിക്ക് റിവിഷൻ സമയത്ത്, എക്സാം സമയത്തൊക്കെ പഠിക്കാനും അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സൂപ്പർലേണിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അക്കാദമിക്കലി ഇപ്പോൾ കുറേ കണ്ടന്റ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും കുറേ ലാക്ക് ചെയ്യുന്ന കുറേ അബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീഡിങ് സ്കില്ല് ഇല്ലാത്ത കുട്ടികളുണ്ടാവും, റൈറ്റിംഗ് സ്കിൽ ഇല്ലാത്ത കുട്ടികളുണ്ടാവും, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, ടൈം മാനേജ് ചെയ്യാത്ത കുട്ടികൾ, മാനേജ്മെന്റ് കൃത്യമായിട്ട് അറിയാത്ത കുട്ടികൾ, അങ്ങനെ പല സ്കിൽസ് ലാക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടന്റിന്റെ കൂടെ തന്നെ നമ്മളൊരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ റിസർച്ച് ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ കുട്ടിക്ക് ഇപ്പോൾ ഇന്നൊരു കുട്ടിക്ക് ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി ചിലപ്പോൾ അന്ന് ആൻസർ പറയുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യിപ്പിക്കുന്ന സമയത്ത് വിത്ത് ഒരു അസിസ്റ്റൻസിൻ്റെ കൂടെ ആ കുട്ടിക്ക് ആ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ സെയിം പ്രോബ്ലം കൊടുത്താൽ പോലും അസിസ്റ്റൻസ് ഇല്ലാണ്ട് ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ പിറ്റേന്നേക്ക് കാര്യങ്ങൾ മറന്നുപോകും, കോൺസെപ്റ്റ് മറന്നുപോകും. അപ്പോൾ നമ്മൾ ഓരോ കോൺസെപ്റ്റ് റിലേറ്റഡ് ആണല്ലോ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അറിഞ്ഞാലല്ലേ പിറ്റേ ദിവസത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഇപ്പോൾ അറിയുന്ന ആൻസേഴ്സ് ഒക്കെ വളരെ പതുക്കെ എഴുതിയിട്ട് അവസാനം ടഫായിട്ടുള്ള കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആകുമ്പോഴേക്കും നമ്മൾ സമയം തീർന്നു പോയിട്ട് മാർക്ക് കുറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ അക്കാദമിക്കലി കുറേ ബേസിക് സ്കിൽസ്, ഈ കണ്ടന്റിൻ്റെ അല്ലാണ്ട് തന്നെ കുറേ ബേസിക് സ്കിൽസ് ഇല്ലാത്തത് കാരണം മാർക്ക് കുറയുന്ന കുട്ടികളുണ്ട്. അതുപോലെ ഫൗണ്ടേഷനിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന കുട്ടികളുണ്ട് ഈ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ മെയിൻ കാരണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുട്ടികൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാവണം, അക്കാഡമിക്കലി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൽ ഈ ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഇപ്പോൾ സ്നേഹം പറഞ്ഞല്ലോ, ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ലായിക്കോട്ടെ, റീഡിങ് സ്കില്ലായിക്കോട്ടെ, റൈറ്റിംഗ് സ്കില്ല്, ഇതില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് പഠിക്കുന്ന ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാത്സിൽ തന്നെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആണെങ്കിലും കുട്ടിക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫീച്ചറും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണത്. കാരണം അതിലൊരു വേറെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സുരേഷ് കുമാർ സാറ്, ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് സാറ്, ഒരുപാട് തവണ പ്രസിഡന്റിൻ്റെ അടുത്ത് ബെസ്റ്റ് ടീച്ചർ അവാർഡൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ സാറെന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്, ഏതൊരു സ്കില്ല് നമ്മൾ 20 ഡേയ്സ് അല്ലെങ്കിൽ 25 ഡേയ്സ് കണ്ടിന്യൂസ്ലി നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് കറക്റ്റാണെന്നുള്ളത് മനസ്സിലായി. ഏത് സ്കില്ല് നമുക്കൊരു 25 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സയൻറ്റിഫിക്കലി അത് ഹാബിറ്റായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഈസി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലായി. അപ്പോൾ അത് എങ്ങനെ കുട്ടികൾക്ക് അതൊരു ഹാബിറ്റാക്കി മാറ്റാം, ആ രീതിയിലാണ് നമ്മൾ ആ ഒരു സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമും പ്ലാറ്റ്ഫോമിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതെ, അത് മാക്സിമം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു മെത്തേഡിലല്ല നമ്മളത് ചെയ്തിട്ടുള്ളത്. മാക്സിമം ആ ഒരു ഗാമിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ട് അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട്
അതെ ഇനിയും ചെയ്യണം, അടുത്ത ദിവസം ഈ സ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, ആ കുട്ടികൾക്ക് തന്നെ ആ ഒരു സ്പോട്ടിൽ ഫീഡ്ബാക്കും കാര്യങ്ങളും ആ ഒരു അപ്രിസിയേഷനും ഒക്കെ കിട്ടുന്ന സമയത്ത് ആ കുട്ടിക്ക് കുറച്ചുകൂടി എന്താ പറയാ കുറച്ചുകൂടി ഇൻട്രസ്റ്റിൽ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടും അതിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സൂപ്പർ ലേണിനെ പറ്റി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ. സാറിന് എന്തൊക്കെയാണ് കുട്ടികളോടും പാരൻസിനോടും പറയാനുള്ളത്? പറയാനുള്ള ഇനിയും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇനി നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സൈനപ്പ് ചെയ്യാം, എങ്ങനെ അതിൽ ലോഗിൻ ചെയ്യാം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും എങ്ങനെ അതിൽ ആക്സസ് ചെയ്യാം, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, അതായത് ആംഗിളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും അല്ലാത്തവർക്കും എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ പാരൻസിനോടും സ്റ്റുഡൻസിനോടും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അല്ലേ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ സൈനപ്പ് ചെയ്യുക. പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ പഠനം ഈസിയൊക്കെ മാറ്റമല്ല, നിങ്ങളിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ എടുത്ത് പഠിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് 2 hours അല്ലെങ്കിൽ 1.5 hours കൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് കഴിയുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ എല്ലാവരും ഇത് യൂസ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ ഞങ്ങൾ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സൂപ്പർ ലേൺ എന്ന് പറയുന്ന AI ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇത് യൂസ്ഫുൾ ആവും തോന്നുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്